ുന്നുണ്ട് അതെല്ലാം അവരുടെ മുൻപിലുണ്ട്. VS നടന്നു കയറിയ ഒട്ടേറെ വഴികളുണ്ട്, അദ്ദേഹം നയിച്ച പോരാട്ടങ്ങളുണ്ട്, സമരങ്ങളുണ്ട്, അതൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. VSന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പുറപ്പെടുക. ജനസാഗരമായിരിക്കും ഈ വിലാപയാത്രയ്ക്കൊപ്പം എത്തുക എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. കേരളം കണ്ട വലിയ വിലാപയാത്രകളിൽ ഒന്നായി അത് മാറും. കാരണം കേരളത്തിൻ്റെ മനസ്സിൽ, ജനമനസ്സുകളിൽ ജീവിക്കുന്ന നേതാവ് കൂടിയാണ് VSനെ കാണാൻ അവിടെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. VSനെ കാണാതെ മടങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് ആളുകൾ ഒഴുകിയെത്തും നമ്മൾ കണ്ടതാണ്. രാത്രി 7:30 VSന്റെ മൃതദേഹം അവിടെ എത്തിക്കുമ്പോൾ അവിടെ പ്രവർത്തകർ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് എല്ലാ കാലത്തും ആവേശമായിരുന്നു VS. ഇനിയും അത് അതേപടി തുടരും. അവർ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു, കണ്ഠമിടറിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജനമനസ്സിലാണ് VS ഇടം നേടിയത് എന്ന് ആ ആൾക്കൂട്ടം കേരളത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. VSനെ പോലെ VS മാത്രമേ ഉള്ളൂ എന്നിപ്പോൾ PK ശ്രീമതി പറഞ്ഞ് നിർത്തിയതേയുള്ളൂ. അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഈ തിങ്ങി നിറയുന്ന ആൾക്കൂട്ടം, അവരുടെ മുദ്രാവാക്യം വിളികൾ, അവരുടെ വേദന, അവരുടെ ആവേശം, അതെല്ലാം കേരളത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് നേതാക്കൾ മടങ്ങുന്നുണ്ട്. VSന്റെ മൃതദേഹം രാവിലെ വരെ വീട്ടിലായിരിക്കും ഉണ്ടായിരിക്കുക. അതിനുശേഷം നാളെ രാവിലെ, അതായത് ഇന്ന് രാവിലെ 9 മണിക്ക് ദർബാർ ഹാളിലേക്ക് എത്തിക്കും. ദർബാർ ഹാളിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ പൂർത്തിയായി വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊക്കെ ഇതിനോടകം നൽകിയിട്ടുണ്ട്. ഉച്ചവരെ VSന്റെ മൃതദേഹം ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വിലാപയാത്രയായി തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോവുക. ആ വിലാപയാത്ര കടന്നു പോകുന്ന ഇടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ തന്നെ CPIM ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ആയിരങ്ങൾ എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഓരോ കേന്ദ്രങ്ങളിലും അത്തരത്തിൽ VSന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ CPIM ഒരുക്കുന്നുണ്ട്. അങ്ങനെ വിലാപയാത്ര എപ്പോഴായിരിക്കും നാളെ ആലപ്പുഴയുടെ മണ്ണിലേക്ക് എത്തുക എന്നത് നമ്മൾക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം VSന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്ര ആളുകൾ എത്തുമോ അവർക്കെല്ലാം അതിനുള്ള സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ആ വിലാപയാത്ര അതുകൊണ്ട് തന്നെ വൈകും. കേരളത്തിൻ്റെ ജനകീയ നേതാവ് വിടവാങ്ങുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. VS അങ്ങനെ മടങ്ങുകയാണ്, VS വിടവാങ്ങുകയാണ്. പക്ഷെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ അത് ഒരു കാലത്തും മരിക്കുന്നില്ല. അദ്ദേഹം മുന്നോട്ട് വെച്ച വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച നിലപാടുകളുണ്ട്. അതിപ്പോഴും കേരളത്തിൻ്റെ സമരമുഖത്ത് അതേപടി തന്നെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം നടത്തിയ സമരങ്ങളുണ്ട്, ജനകീയ ഇടപെടലുകളുണ്ട്. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൂടിയും VS നടത്തിയ ഇടപെടലുകൾ അത് പല കാര്യങ്ങളിലും പ്രതിപക്ഷ സ്വരം പോലെ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാ കാലത്തും ജനകീയ പക്ഷത്ത് ജനങ്ങളുടെ കൂടെ നിലയുറപ്പിച്ച നേതാവാണ് അദ്ദേഹം. മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും എങ്ങനെയാണ് ഒരു വിഷയം കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചുവോ അതായിരുന്നു VS കേരളത്തിന് വേണ്ടി നടപ്പാക്കിയത്. അതുകൊണ്ടുകൂടിയാണ് കേരളത്തിൻ്റെ മനസ്സിൽ എല്ലാ കാലത്തും VS ജീവിക്കുന്നത്.